ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇതാ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ഗോഡ്സ് വേ വന്നു ചേർന്നിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗോഡ്സ് വേയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചു ഇന്ന് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഹൈറ്റ് കുറവുണ്ട്, വെയിറ്റ് കുറവുണ്ട്. സാധാരണ ചില എപ്പിസോഡിൽ വലിയ വലിയ ആളുകളെ കാണാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പിള്ളേർക്ക് വളരെ ഇനി എന്താക്കാവോ എന്ന് വിചാരിച്ചെങ്കിൽ ഇരിക്കുകയായിരുന്നു. നല്ല ഉഷാറുള്ള പിള്ളേരാണല്ലോ എല്ലാവരും. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് മുകളിലേക്ക് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാമോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ കൈകൾ പതുക്കുന്ന വീശി കാണിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ചൊട്ടിയും മിടുക്കുള്ള പിള്ളേരെ പ്രാവശ്യത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ ഒക്കെ ഇത്തിരിശേ ഉള്ളൂ, ഇവരൊക്കെ എന്ത് പറയാനാണ് ദൈവമേ വന്നിരിക്കുന്നത് വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചവരല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗോഡ്സ് വേയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ വളരെയധികം ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു അല്പസമയം പ്രാർത്ഥിക്കാം. ആർ യു റെഡി? ഈ യെസ് ആണെങ്കിൽ കൈകൾ ഇങ്ങനെ അടിച്ചു വരണം. യെസ്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് കണ്ണുകളൊക്കെ അടയ്ക്കാം, കൈകളൊന്ന് കൂപ്പി പിടിക്കാം, അല്ലെങ്കിൽ കൈകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കാം. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി അനേകം മക്കളുണ്ട്. നമ്മുടെ പ്രായത്തിലുള്ള, നമ്മളെപ്പോലെ ആരോഗ്യമുള്ള, നമ്മളെപ്പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹമുള്ള, ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒത്തിരി കുഞ്ഞുങ്ങളിൽ നിന്ന് പല വഴിയോരങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മളെപ്പോലെയുള്ള ഭവനങ്ങളിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതായപ്പോൾ അനാഥരായവരുണ്ട്. ചില വ്യക്തികൾ പലരുടെയും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലം വേദനിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് നിറയുവാനായിട്ട്, ദൈവത്തിൻ്റെ കീഴിൽ അവർക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുവാനായിട്ട്, ദൈവസ്നേഹം നുകരുവാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനമായ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തും നമ്മുടെ വീടിനെ ഓർത്തും ഭവനത്തെ ഓർത്തും നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഖമാണോ? സന്തോഷമൊക്കെയാണോ? ചിലത് സന്തോഷമാണെന്ന് പറയുമ്പോൾ സന്തോഷമൊക്കെ തന്നെയാണ് എന്നൊക്കെയാണ് ചിലരുടെ മുഖത്ത്. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. ക്രിസ്മസ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് എന്നൊക്കെ പറയും നമ്മൾ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? മോൾക്ക് എന്തുതരം ഫീലിങ്സ് ആയിരുന്നു ക്രിസ്മസ് ആയിട്ട്? 25 ദിവസം നോമ്പ് നോറ്റിട്ട് ഉണ്ണീശോയെ കാണാലോ എന്നൊരു ഫീലിങ്സ് ഉണ്ട്. മോൾക്ക് ഏതുതരം ഫീലിങ്സ് ആയിരുന്നു? 25 ദിവസം പള്ളിയിൽ പോയിട്ട് ഈശോനെ കാണാൻ പറ്റും. മുടങ്ങാതെ പള്ളി പോയിരുന്നോ? 25 ദിവസം അച്ഛൻ സമ്മാനം തരുന്നു പറഞ്ഞുകൊണ്ട് മാത്രം പോയതല്ല? ഗ്രേസ് മാർക്ക് കുറയ്ക്കുന്നു പറഞ്ഞിട്ട് പോയതല്ല? അല്ല. മോനെ ഏതുതരം ഫീലിങ്സ് ആയിരുന്നു? 25 ദിവസം പള്ളിയിൽ പോയി. എടാ 25 ദിവസം വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ലേ നിങ്ങൾക്ക്? ഓക്കെ, മോൻ പറഞ്ഞു 25 ദിവസം പള്ളി പോയി, മുടങ്ങാതെ പോയി. ആഹാ, ഇതിൽ എത്ര പേര് മുടങ്ങാതെ 25 ദിവസം പള്ളി പോയവരുണ്ട്? ഈ പകുതി ഉയർത്തിയതിൻ്റെ അർത്ഥം ഞാൻ പകുതി ദിവസം പോയി എന്നാണ് ആശയം. യെസ്, വെരി ഗുഡ്. കൈതാ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്തുമസ് കഴിഞ്ഞു. ക്രിസ്മസ് പലതരം ഫീലിങ്സാണ് പല ആളുകൾക്കും. ചില ആളുകൾക്ക് ക്രിസ്തുമസ് എന്ന് പറയുന്നത് മദ്യപാനത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഒരു ദിവസമാണ്. ചില കുട്ടികൾക്ക് ഈശോയെ കിട്ടി എന്നുള്ള ഒരു വലിയ എന്താ പറയുക ഫീലിങ്സ് ആയിരുന്നു. ചില കുട്ടികൾക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഗ്യാപ്പ് കിട്ടി അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഓക്കെ, എന്തൊക്കെയായാലും നമുക്കൊരു പാട്ട് പഠിക്കാം. ആർ യു റെഡി? ഓക്കെ, പാട്ട് വരികൾ ഇതാണ്. വയലിൽ പാകിയ വിത്താണേ. പാടിക്കേ. വെരി ഗുഡ്, നല്ല രസമായിട്ട് പാടുന്നു, കൊതിയാവുന്നു. വയലിൽ പാകിയ വിത്താണേ, വയലിൽ പാകിയ വിത്താണേ,
വിത്തിലേറ്റവും ചെറുതാണേ. വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും. ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഇനി ഒരുമിച്ച് ഒരുമിച്ച് പാടാണ്. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഓക്കെ, അടുത്ത വരികൾ. അതുപോൽ വളരും ദൈവരാജ്യം. പാടാം. അതുപോൽ വളരും ദൈവരാജ്യം. കീർത്തി പരത്തും നാടെങ്ങും. കീർത്തി പരത്തും നാടെങ്ങും. അതുപോൽ വളരും ദൈവരാജ്യം. അതുപോൽ വളരും ദൈവരാജ്യം. കീർത്തി പരത്തും നാടെങ്ങും. കീർത്തി പരത്തും നാടെങ്ങും. മാവിൽ ചേർത്ത പുളിമാവായി. മാവിൽ ചേർത്ത പുളിമാവായി. ദൈവരാജ്യം വളർന്നിടും. ദൈവരാജ്യം വളർന്നിടും. വീണ്ടും വയലിൽ പാകിയ വിത്താളോ. പ്രൈസ് ദി ലോർഡ്. പാട്ട് പഠിച്ചോ? പാട്ട് ഇഷ്ടമായോ? പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്കറിയാം ഗോഡ്സുടെ ഏത് പാട്ടിനും ഒരു ചെറിയ ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? ശരി, ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധയോടെ കാണണം. കൈ ഇങ്ങനെ പിടിക്കണം, ഒരു കൊട്ട പോലെ പിടിക്കണം. ഇത് നമ്മൾ ധാന്യം വിതറാണ്, വിത്ത് വിതറാണ്. വയലിൽ പാകിയ വിത്താണേ. ചെയ്തേ. ഇനി അടുത്തത്. വിത്തിലേറ്റവും ചെറുതാണേ. വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും. കാണിച്ചേ. ഒരു നാൾ വൻമരമായിടും. അടുത്ത്. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഓക്കെ, കിട്ടിയോ? ആയതൊന്ന് ചെയ്തേ. വയലിൽ പാകിയ. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാണേ. അടുത്തെന്താ? ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. അടുത്ത്. അതുപോൽ വളരും ദൈവരാജ്യം. കീർത്തി പരത്തും നാടെങ്ങും. കീർത്തി പരത്തും നാടെങ്ങും. അടുത്ത്. മാവിൽ ചേർത്ത പുളിമാവായി ദൈവരാജ്യം വളർന്നിടും. മാവിൽ ചേർത്ത പുളിമാവായി ദൈവരാജ്യം വളർന്നിടും. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ പെട്ടെന്ന് നിങ്ങൾ ക്യാച്ചൊക്കെ ചെയ്തു. ശരി, മ്യൂസിക്കിനോടൊപ്പം പാടാം. എഴുന്നേറ്റ് നിൽക്കാം. നല്ല ഭംഗിയായിട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും കാണുന്നവർക്ക് തോന്നണം നമ്മൾ ശരിക്കും വിതരണുണ്ടെന്ന് കേട്ടോ. ശരിക്കും വിതറുമ്പോൾ നോക്കണം എല്ലായിടേക്കും വീണോന്നൊക്കെ. ഓക്കെ ഓക്കെ, അത് റെഡി? യെസ്. പറഞ്ഞേ യെസ്. ഓക്കെ. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാ. ഓർക്ക പാടിക്കേ. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. അതുപോലെ വളരും. അതുപോൽ വളരും ദൈവരാജ്യം. കീർത്തി പരത്തും നാടെങ്ങും. അതുപോൽ വളരും ദൈവരാജ്യം. കീർത്തി പരത്തും നാടെങ്ങും. മാവിൽ ചേർത്ത പുളിമാവ് ദൈവരാജ്യം വളർന്നീർ. മാവിൽ ചേർത്ത പുളിമാവ് ദൈവരാജ്യം വയലിൽ പാകി. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാ. വയലിൽ പാകിയ. വയലിൽ പാകിയ ഓ, വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും. പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഒരു നാൾ വൻമരമായിടും.
ഒരു നാൾ വൻമരമായിടും പർവ്വതൻ കൂടൊരുക്കുമതിൽ. അതുപോലെ വളരും ദൈവരാജ്യം, അതുപോലെ വളരും ദൈവരാജ്യം, കീർത്തി പരത്തും നാടെങ്ങും. അതുപോലെ വളരും ദൈവരാജ്യം, കീർത്തി പരത്തും നാടെങ്ങും. മാവിൽ ചേർത്ത പുളിമാവ് ദൈവരാജ്യം വളർന്നീൽ. മാവിൽ ചേർത്ത പുളിമാവ് ദൈവരാജ്യം. വയലിൽ പാകിയ, വയലിൽ പാകിയ വിത്താണോ വയലിലേറ്റവും ചെറുതാണ്. പഠിക്കേ, വയലിൽ പാകിയ വിത്തിലേറ്റവും ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സ്വസ്ഥാനങ്ങളിൽ പതുക്കിയിരിക്കുന്നു. പാട്ട് മാത്രം മതിയോ? മതിയോ? നോ. പിന്നെന്താ വേണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒക്കെ ആയാലോ? ഓക്കെ, ഞാൻ എല്ലാവർക്കും മധുരം തരാൻ പോവാണ്. മധുരം വചനമായിട്ടാണ് തരാൻ പോകുന്നത്. കൊതിപ്പിച്ചു ചേട്ടൻ കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം നമുക്ക് വചനം പങ്കുവയ്ക്കാനായിട്ട് ആരാ വരാറ്? അറിയോ ചേട്ടൻ്റെ പേര്? ബോണിച്ചേട്ടനാണ് വരാറ്. ബോണിച്ചേട്ടനെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ ക്ലാപ്പോട് വെൽക്കം ചെയ്യാം. അത് ഫ്ലൈ ക്ലാപ്പ് എന്ന് പറയും. എന്ത് ക്ലാപ്പാ? ഫ്ലൈ ക്ലാപ്പ്. നിങ്ങൾ കൈകളിങ്ങനെ കൂട്ടി പിടിക്കണം, കൈകളിങ്ങനെ കൂട്ടി മുട്ടിച്ച് പിടിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ കാലിൽ വയ്ക്കണം കൈകൾ. ദെൻ ഞാൻ പറയും ഫ്ലൈ ക്ലാപ്പ് റെഡി എന്ന് പറയുമ്പോൾ കൈകളിങ്ങനെ കൂട്ടി പിടിച്ച് കൈകളിങ്ങനെ വയ്ക്കണം. ഗോ എന്ന് പറയുമ്പോൾ ഈ കൈകളിങ്ങനെ ഫിംഗറുകളൊക്കെ അനക്കി ഇങ്ങനെ ഇങ്ങനെ പറപ്പിച്ച് 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 മുകളിലേക്ക് വരും. അതിനുശേഷം പിന്നെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ ഇങ്ങനെ കണ്ടില്ലേ? ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഒരു നല്ല ഫ്ലൈ ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കുള്ള ചോക്ലേറ്റുമായി ആര് വരും? ആര് വരും? ജോണിയോ? ബോണിച്ചേട്ടൻ. ജോണിച്ചേട്ടൻ എന്ന് പറയണേ. ഓക്കെ, ശരി. നമുക്ക് ബോണിച്ചേട്ടനെ വെൽക്കം ചെയ്യാം. ബോണിച്ചേട്ടൻ ഒരുപാട് ചോക്ലേറ്റുകളുമായി വരാൻ പോവുകയാണ്. ദെൻ ഫ്ലൈ ക്ലാപ്പ് റെഡി. ദെൻ ഗോ. മെതുവേ മെതുവേ. ഇതാ ഗോഡ്സ് വേയിലെ ഉണ്ണിക്കുരുന്നുകൾ ഒരു ഫ്ലൈ ക്ലാപ്പോടെ വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നന്നായിട്ട് നിങ്ങൾ പാട്ട് പാടി, നല്ല ആക്ഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണോ ഗോഡ്സ് വേയിലേക്ക് വരുന്നത് എല്ലാവരും? അപ്പോൾ പ്രത്യേകം ജോജോ ചേട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളെ പ്രത്യേകം ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളെ ആരെങ്കിലും ആദ്യമായിട്ട് വീടുകളിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും ഇപ്പോൾ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോജോ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലേ ഞാൻ എന്തുമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞേ? ചോക്ലേറ്റ്. ചോക്ലേറ്റ്. നിങ്ങൾ പ്രതീക്ഷിച്ചോ ചോക്ലേറ്റ്? ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചോക്ലേറ്റ് ഒരു പ്രത്യേകതരം ചോക്ലേറ്റ് ആണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? എന്താ ചോക്ലേറ്റിന്റെ പ്രത്യേകത? നല്ല നല്ല മധുരം അല്ലേ? ചോക്ലേറ്റ് കഴിക്കുന്ന അനുസരിച്ച് ചോക്ലേറ്റ് എന്ത് പറ്റും? തീർന്നു പോകും അല്ലേ? തീർന്ന് അത് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ശരീരത്തിൽ ആയിത്തീരും അല്ലേ? അപ്പൊ ഇതുപോലെ മധുരം നൽകുന്ന ഒരു സംഗതിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തായിരിക്കും? വചനം മധുരമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇന്ന് വചനത്തിലൂടെ ഒരു പ്രത്യേക സബ്ജക്റ്റ് നമ്മൾ പറയാൻ പോവാണ്. ഈശോ വളരെ കാര്യമായി സംസാരിക്കുകയും പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത ഒരു സബ്ജക്റ്റാണ്. എന്താണെന്ന് പറയാമോ? ചോക്ലേറ്റ് പോലെ മധുരകരമായ ഒരു കാര്യം ഈശോ പറയുകയും ചെയ്തു, അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്തു. 2 അക്ഷരമേ ഉള്ളൂ. സ്നേഹം. മോളുടെ പേരെന്താണ്? ലിനിയ ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞു. നമുക്കൊരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം ലിനിയക്ക്. അപ്പൊ ഈശോ പറയുകയും ചെയ്തു, അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. സ്നേഹം. എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് സ്നേഹത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്?
ആർക്കും ഇല്ലേ? ഒന്നും പറയാനില്ലേ? ബോണിച്ചേട്ടൻ്റെ അടുത്ത് ചില കുട്ടികൾ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ അവരെന്നോടത്ത് പറഞ്ഞ് കരയാറുണ്ട്, ചേട്ടാ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ ഡാഡിയും മമ്മിയും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ചേട്ടനും ചേച്ചി എന്നെ ശരിയായിട്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, മോനെ മോളെ എന്താണ് സ്നേഹം? അറിയില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ സ്നേഹം എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്താ സ്നേഹം? ഏറ്റവും നന്നായിട്ട് സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളാണ് ഈശോ. വേറെ ഒരു ഗുരുവും പറയാത്തത് ഈശോ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണോ പറഞ്ഞത് അത് തന്നെ ഈശോ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈശോ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ബൈബിളിലുണ്ട്, നമുക്കത് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പൊ എന്താണ് സ്നേഹം? സ്വന്തം ജീവൻ വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് സ്നേഹം. അപ്പൊ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, സ്നേഹം സമം മരണം. പേടിച്ചോ? സ്നേഹം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നർത്ഥം. ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടി മരിക്കുക, അതാണ് സ്നേഹം. ഈശോ അത് തന്നെ ചെയ്തില്ലേ? നമ്മളെല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, അത് തന്നെ ഈശോ ചെയ്തു. ഈശോ എന്താ ചെയ്തത്? നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ കുഞ്ഞുങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം സമം മരണം എന്ന് പറയാൻ നേരത്തെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മരിക്കണമെന്നുള്ളതാണോ? അല്ല, നമ്മുടെ ഇഷ്ടങ്ങൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാരൻസിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. അതൊരു മരണമാണ്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു TV പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാഡി അല്ലെങ്കിൽ മമ്മി വിളിച്ചിട്ട് പറയാണ്, മോനെ മോളെ എന്നെ ഒന്ന് നീ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാൻ നേരത്ത് ആ ഇഷ്ടം നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡാഡിയും മമ്മിയെയും സ്നേഹിക്കുന്നു. അതിലൂടെ ഒരു മരണം സംഭവിച്ചു, നിങ്ങളുടെ ഇഷ്ടം അവിടെ മരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ക്ലിയർ ആണോ? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഇരുന്ന് പഠിക്കാൻ നേരത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ മരിക്കാനായി വിട്ടുകൊടുക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ക്ലിയർ ആയോ? ഈ സ്നേഹമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഏറ്റവും വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയാലും നിങ്ങൾ തിരിച്ചൊന്നും അവരോട് ചെയ്യാതിരിക്കുക. മറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തിരികെ ഒരു ഇടി ഇടിക്കണമെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ഒരു പാര കൊടുക്കണമെന്ന് തോന്നിയേക്കാം, അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞ് മറ്റ് ഫ്രണ്ടിനോട് പറയാമെന്ന് തോന്നിയേക്കാം. അതെല്ലാം സ്നേഹത്തെ പ്രതി വേണ്ടാന്ന് വെക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. യഥാർത്ഥത്തിലുള്ള സ്നേഹം അതാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. വായിച്ചേ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണത്. എന്താണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോ എങ്ങനെയാ സ്നേഹിച്ചത്? ഒറ്റവാക്കി പറയാം. ഈശോ എങ്ങനെയാ സ്നേഹിച്ചത്? നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങളും സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? മരിച്ചുകൊണ്ട് സ്നേഹിക്കണം. മരിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ സ്നേഹവും ഇഷ്ടവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണോ? സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടം എന്ന് പറയുന്നത് രണ്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേട്ടു. എന്താ സ്നേഹം? മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുക, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ ബലിയാക്കുക, കൊടുക്കുക. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. റോസാപ്പൂവിനെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? മോൾക്കൊരു റോസാപ്പൂ കിട്ടിയ മോൾ എന്ത് ചെയ്യും? മണത്ത് നോക്കും. അതിനുശേഷം ആ പൂ നല്ലതാണ്, എന്ത് സുഗന്ധമാണെന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, കൊള്ളാം, മിടുക്കി. മോൾക്കൊരു റോസാപ്പൂ കിട്ടിയാലോ? ആദ്യം തന്നെ മണത്ത് നോക്കും. മണത്ത് നോക്കും. നല്ലതാണെങ്കിൽ ഞാൻ തലയിൽ ചൂടുകയും ചെയ്യും. കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടി. നല്ലതാണെങ്കിൽ അത്
തലയിൽ ചൂടും. മോനൊരു റോസാപ്പൂ കിട്ടിയാൽ എന്ത് ചെയ്യും? മണത്ത് വെക്കും. എന്നിട്ട് ഈശോയ്ക്ക് കൊടുക്കും. അത് വേറൊരു ഉത്തരം. ഈശോയ്ക്ക് കൊടുക്കും. മോന് കിട്ടിയാലോ? മണത്ത് വെക്കിട്ട് എടുത്തു വെക്കും. മണത്ത് നോക്കിയിട്ട് എടുത്തു വെക്കും. കൊള്ളാം. 4 വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രാവിലെ കിട്ടിയ റോസാപ്പൂ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മണത്ത് നോക്കി, ഒരാള് സൂക്ഷിച്ചു വെച്ചു, വേറൊരാള് തലയിൽ വെച്ചു, വേറൊരാൾ ഈശോയ്ക്ക് കൊടുത്തു, വേറൊരാള് റൂമിൽ എടുത്തു വെച്ചു. വൈകുന്നേരം ആയപ്പോൾ അത് വാടിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യും? വളരെയധികം സങ്കടം ഉണ്ടാവും. പിന്നെ ആ റോസാപ്പൂവിന് എന്ത് ചെയ്യും? കളയും. മോൾ എന്ത് ചെയ്യും? വേസ്റ്റ് ബോക്സ് കളയും. രാവിലെ ഇഷ്ടമായിരുന്ന റോസാപ്പൂവിന്റെ വൈകുന്നേരം ആയപ്പോൾ സ്ഥാനം എവിടെയാ? വേസ്റ്റ് ബോക്സ്. രാവിലെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, റോസാപ്പൂ നല്ലതായിരുന്നപ്പോ. റോസാപ്പൂ വാടിക്കരിഞ്ഞപ്പോൾ ആർക്കും വേണ്ട. ഇതാണ് ഇഷ്ടം. നല്ലോണം ഇരിക്കുമ്പോൾ വേണം. ഉപകാരം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളോട്. ഇയാളിൽ നിന്ന് ഒരു ഉപകാരം ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇയാളെ വേണ്ട. അതാണ് ഇഷ്ടം. ഇങ്ങോട്ട് വേണം വേണം എന്ന് വിചാരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇഷ്ടം. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഞാൻ റോസാപ്പൂവിന്റെ ഉദാഹരണം കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. റോസാപ്പൂവിനെ അല്ലെങ്കിൽ റോസാ ചെടിയെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്യും? റോസാ ചെടി നട്ടു വളർത്തും. എന്നിട്ട് അവര് റോസാ ചെടിക്ക് സമയം ചെലവഴിക്കും, അല്ലേ? റോസാ ചെടിയുടെ അടുത്ത് എല്ലും, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും, വളമിടും. പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എടുത്തു കളയും. റോസാപ്പൂ ഉണ്ടായാൽ പറിക്കുവോ? ഇല്ല. അവർക്കൊന്നും ഇങ്ങോട്ട് വേണ്ട, എല്ലാം അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് സ്നേഹം. മനസ്സിലാവുന്നുണ്ടോ? കൊടുക്കുന്നതാണ് സ്നേഹം, കിട്ടുന്നതല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡാഡിയും മമ്മിയും സ്നേഹിക്കുന്നുണ്ടോ? എന്നിട്ട് ഡാഡിക്കും മമ്മിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? എപ്പോഴും വാശി പിടിക്കുകയാണോ? എനിക്ക് പുതിയ ചുരിദാർ വേണം, ഇങ്ങോട്ട്, അല്ലേ? എനിക്ക് പുതിയ മാല വേണം. ഡാഡിക്കും മമ്മിക്ക് എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തില്ല. കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജോലിയിൽ ഹെൽപ്പ് ചെയ്യണം, നന്നായിട്ട് പഠിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളിലും കോളേജിലൊക്കെ നടക്കുന്ന പ്രണയം ഇഷ്ടമാണോ സ്നേഹമാണോ? എന്താണ്? കറക്റ്റ് ആൻസർ. ഇഷ്ടമാണത്. നല്ലോണം ഇരിക്കുമ്പോൾ കൊള്ളാം, അല്ലേ? പുറമേ നോക്കാൻ നേരത്ത് മിടുക്കിയാണ്, മിടുക്കനാണ്, നല്ല ഗ്ലാമർ ഉണ്ട്. അതാണ് ശരിക്കും നടക്കുന്ന ഈ പ്രണയങ്ങൾ. എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പിന്നെ ആർക്കും വേണ്ട. ഈശോ നമ്മളോട് പറയുന്നത് സ്നേഹിക്കാനാണ്, ഇഷ്ടപ്പെടാനല്ല, സ്നേഹിക്കാൻ. ഇനി സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഈ ജീവിതം തന്നെ തന്നത് എന്തിനാ? വെരി ഗുഡ്. എന്തിനാണ് ജീവിതം തന്നത്? സ്നേഹിക്കാൻ. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹം നിറയുന്ന നല്ലൊരു ജീവിതം മക്കൾക്കുണ്ടാകട്ടെ. നമുക്കൊരു വചനം കേൾക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കാരണം എന്താ? സ്നേഹം ആരാണ്? ദൈവം തന്നെയാണ്. സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നു. എന്താണ് സ്നേഹം എന്നാ നമ്മൾ കേട്ടത്? സ്നേഹം സമം. അപ്പൊ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? വെറുതെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ഇഷ്ടങ്ങളെ എന്ത് ചെയ്യണം? വേണ്ടാന്ന് വയ്ക്കണം. അതാണ് സ്നേഹം. അല്ലാതെ എല്ലാം ഇങ്ങോട്ട് വേണമെന്ന് വിചാരിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ഗോഡ്സ് വേയുടെ ഇപ്രാവശ്യത്തെ എപ്പിസോഡിലൂടെ ദൈവം നമ്മളോട് പറയാണ്, മക്കളെ, നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ സ്നേഹിക്കണം, ഇഷ്ടങ്ങളെ ബലിയാക്കി തീർക്കണം. അടുത്ത വചനം കൂടി ഒന്ന് വായിച്ചേ, 8-ാമത്തെ വചനം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം കണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. 9-ാമത്തെ വചനം കൂടി വായിച്ചേ. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈശോ കടന്നു വന്നത്.
ഈശോ എന്തിനാണ് പുൽക്കൂട്ടിൽ ജനിച്ചത്? നമുക്ക് വേണ്ടി മരിക്കാൻ. അതാണ് ഈശോയുടെ സ്നേഹം. ഈശോ എന്തിനാണ് ക്രിസ്മസ് ഉണ്ടായത്? നമുക്ക് വേണ്ടി മരിക്കാൻ. അതാണ് സ്നേഹം. അടുത്ത വാക്യം വായിച്ചേ, 10ാമത്തെ വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സുപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചൊന്നതിലല്ല, ദൈവം നമുക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് ഒരു പുത്രനെ തന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, തല്ലുകൂടലുകൾ നിർത്താം, ഇഷ്ടങ്ങൾ അവസാനിപ്പിക്കാം. ഇനി എന്താ നമുക്ക് വേണ്ടത്? സ്നേഹമാണ്, ഇഷ്ടമാണോ വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. അവസാനമായിട്ട് ഒരു വചനം കൂടി കേൾക്കാം, 11ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, നമുക്കൊരു കടപ്പാടുണ്ട്. എന്താണ്? സ്നേഹിക്കാനുള്ള കടപ്പാട്. എന്താണ് നമ്മുടെ കടപ്പാട്? സ്നേഹിക്കാനുള്ള കടപ്പാട്. ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ സ്നേഹിക്കണ്ടേ? യഥാർത്ഥത്തിൽ സ്നേഹം എന്താണ്? ഇഷ്ടങ്ങളെ ബലിയാക്കുക. ഇനി ഒരു ശാഠ്യങ്ങളും വേണ്ട. ഇനി ഉടുപ്പിന് വേണ്ടി ശാഠ്യം പിടിക്കോ? പുതിയ പേന, പുതിയ ബാഗ് ഒന്നും വേണ്ട. ഇതൊന്നുമില്ലാത്ത ധാരാളം മക്കൾ ഈ ലോകത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ ബലിയാക്കാനായി കർത്താവിനോടുകൂടെ ചേരാം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ കണ്ടുകൊണ്ട് ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ഒത്തിരി മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ സ്നേഹിക്കാനായി ആഗ്രഹിക്കുക. ഈശോ അതിന് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഇഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സ്നേഹത്തെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവയെ ഞാൻ മരണത്തിനായി വിട്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹമെന്ന് നമ്മൾ അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ പരമാവധി വിട്ടുകൊടുത്തുകൊണ്ടാണോ? ഇല്ലെങ്കിൽ ഇനി മുതൽ നമുക്ക് ഉള്ളിലൊരു കൊച്ചു തീരുമാനമെടുക്കാം. ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ എല്ലാത്തിനേക്കാൾ വലുതായി ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമെന്ന് മനസ്സിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈശോയുടെ തിരുമുറിവുകളോട് ചേർന്നിരുന്ന്, തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് സ്നേഹമാക്കി തീർക്കാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാം ഈശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാം ഈശോ. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ.
തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി മുതൽ ജീവിക്കുക എന്നാൽ സ്നേഹിക്കുക, സ്നേഹിക്കുക എന്നാൽ സ്വന്തം ഇഷ്ടങ്ങളെ ബലിയാക്കി തീർക്കുക. അങ്ങനെ ജീവിതം ഒരാഘോഷമായി മാറട്ടെ, സ്നേഹത്തിൻ്റെ ഒരാഘോഷമായി തീരാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ഹൃദയം നിറയെ എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ഗോഡ്സ് വേയിൽ വീണ്ടും കാണും വരെ ഏവർക്കും ആശംസകൾ. നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാ. ഓർക്ക പാടിക്കേ. വയലിൽ പാകിയ വിത്താണേ, വിത്തിലേറ്റവും ചെറുതാണേ. ഒരു നാൾ വൻമരമായിടും, പറവകൾ തൻ കൂടൊരുക്കുമതിൽ. ഒരു നാൾ വൻമരമായിടും, പറവകൾ തൻ കൂടൊരുക്കുമതിൽ.